UDF പ്രവേശനത്തിനായി അൻവർ പല തവണ ശ്രമിച്ചെങ്കിലും മെല്ലെപ്പോക്ക് നയമാണ് കോൺഗ്രസ് സ്വീകരിച്ചു വന്നത്. ഇതിനിടയിലാണ് കാലാവധി തീരാൻ 1 വർഷവും 6 മാസവും മാത്രം ബാക്കി നിൽക്കെ അൻവർ MLA സ്ഥാനം ഒഴിഞ്ഞത്. നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കില്ലെന്നും UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകും എന്നുമാണ് അൻവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയോര മേഖലയിൽ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് UDFനോട് അഭ്യർത്ഥിച്ച അൻവർ KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിനെ പരിഹസിക്കാനും മറന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശിനെതിരെ ഉന്നയിച്ച 150 കോടി രൂപയുടെ കോഴ ആരോപണം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി ഡ്രാഫ്റ്റ് ചെയ്ത് നൽകിയതാണെന്ന് വ്യക്തമാക്കി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അൻവറിന്റെ നീക്കങ്ങൾ ദുരൂഹമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഉദ്ദേശവും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അൻവർ തന്നെ പറഞ്ഞതാണോ ആരെങ്കിലും പറയിച്ചതാണോ എന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട്. അൻവർ രാജിവെച്ചതോടെ നിലമ്പൂരിൽ 6 മാസത്തിനുള്ളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. ഈ തിരഞ്ഞെടുപ്പിൽ UDFും അൻവറും എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാകും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുക.